ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കുന്നത് ഒരു ഹിന്ദി സ്റ്റാറാണ്. അജയ് ദേവൺ എന്ന് പറഞ്ഞ ഒരു സ്റ്റാറാണ്. ഞാൻ വളരെ ചെറുപ്പത്തിലെ ഈ പുള്ളിയുടെ ഒരു ഫസ്റ്റ് പടം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഫൂൽ ഓർ കാണ്ടേന, അങ്ങനെയാണ് സിനിമയുടെ പേരെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ ഇങ്ങനെ ഈ പുള്ളിയുടെ എൻട്രൻസ് രണ്ട് ബൈക്കിൽ ഇങ്ങനെ നിന്നുകൊണ്ട് വരുന്നൊരു എൻട്രൻസാണ്. അതിൽ പെട്ടെന്ന് ഡിവൈഡർ വരുമ്പോൾ ഈ കാലിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കുക രണ്ട് ബൈക്കിൻ്റെ ഇടയിൽ. അത് ഭയങ്കര ഒരു ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഇടയിൽ ഭയങ്കര ഒരു സംസാര വിഷയം തന്നെ ആയിരുന്നു. അത് എനിക്കിപ്പോൾ എൻ്റെ ഓർമ്മയിൽ എവിടെയോ ഓർത്തെടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഈ പടം ഞാൻ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യണതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേർഡ് പ്രാക്ടീസ് എന്നുള്ള വേർഡ് നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. കൂടുതൽ ഈസി ആകാനും ആ വിഷയം ഡെപ്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഞാനിപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്ന ഒരു വേർഡ് റീസൺ എന്നുള്ള വേർഡാണ്. നമ്മുടെ ലൈഫിൽ നല്ലതായാലും മോശമായാലും നടക്കുന്നത് ഒരു കാരണം കൊണ്ടായിരിക്കും. ഇപ്പം നല്ലതാണെന്നുണ്ടെങ്കിൽ അതൊരു കാരണം ഉണ്ടാവും, അല്ലെങ്കിൽ മോശമാണെങ്കിൽ അത് വേറൊരു കാരണം ഉണ്ടാവും. ആ മോശമായ കാരണം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് അതിൻ്റെ കോർ റീസൺ നമ്മൾ മാറ്റി കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ആ ഒരു സമയം, ആ ഒരു മോശം സമയം ഇല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം പെട്ടെന്ന് ഒരു പോസിറ്റീവിലേക്ക് വരാൻ ചാൻസസ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് റീസൺ, കാരണം എന്ന്. നമ്മളത് ശരിക്കും നമ്മുടെ മനസ്സിലും നമ്മുടെ പ്രവൃത്തിയിലും അത് അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നോടിപ്പോൾ റീസണിൻ്റെ വേറൊരു വേർഡ് ഉപയോഗിക്കാൻ പറഞ്ഞാൽ അത് ഡിവൈഡ് എന്നുള്ള വേർഡാണ് എനിക്ക് തോന്നിയേക്കുന്നത്. കാരണം നമ്മൾ ഓരോ തട്ടിലേക്ക് മാറ്റുന്നത് ഓരോ കാരണങ്ങൾ കൊണ്ടാണ്. എനിക്കിങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഉള്ളവൻ ഇല്ലാത്തവൻ, അല്ലെങ്കിൽ പഠിക്കണവൻ പഠിക്കാത്തവൻ, അങ്ങനെ ഓരോ തട്ടിലേക്ക് മാറുന്നത് അത് ഓരോ കാരണങ്ങൾ കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയേക്കണത്. എനിക്ക് മെയിനായിട്ട് ഇങ്ങനെ തോന്നിയേക്കണത് ഒരാൾ ബാക്കിലോട്ട് പോകുന്ന ഇല്ലെങ്കിൽ ഓരോ താഴ്ന്ന തട്ടയിലേക്ക് പോകുന്നത് അത് 3 കാരണങ്ങൾ കൊണ്ടാണെന്നാണ് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിയേക്കണത്. ഒന്നാമത്തത്, ഒരു ലക്ഷ്യബോധമില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്കെന്ന് മാത്രമല്ല, ഇപ്പോൾ കാശുള്ള ഒരാളാണെങ്കിൽ പോലും അയാൾക്കൊരു ലക്ഷ്യമില്ലെങ്കിൽ അയാൾ ഡൗണിലേക്ക് തന്നെ പോകുള്ളൂ, താഴെ തട്ടിലേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ ചാൻസസ് കൂടുതലാണ്. രണ്ടാമത്തെ ഒരു കാരണം, അതായത് ആ വ്യക്തിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ആ വ്യക്തി നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് ഓടി എത്താൻ പറ്റാവുന്ന വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരിക്കാം, 100% വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരിക്കാം എന്ന് വെച്ചു. പക്ഷേ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ആ ഒരു അയാളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എക്സ്റ്റേണൽ പ്രോബ്ലംസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഫാമിലീസിൻ്റെ ഒരു പ്രോബ്ലം ആയിരിക്കാം, അങ്ങനെ അല്ലെങ്കിൽ അയാളുടെ കണക്ട് ചെയ്ത് വളരെ വേണ്ടപ്പെട്ട ആളുടെ എന്തെങ്കിലും ഒരു മെഡിക്കൽ പ്രോബ്ലം ആയിരിക്കാം. അങ്ങനെ റീസൺസ് എന്ത് വേണമെങ്കിലും ആകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ അയാളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് പകരം അയാളുടെ പ്രശ്നം എന്താണെന്ന്, അത് കോർ പ്രശ്നം വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അതിലൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് അയാളെ വിട്ട് കഴിഞ്ഞാൽ അയാൾ 100% അയാൾ ഉയരങ്ങളിൽ തന്നെ എത്തുന്നതാണ് എനിക്കിങ്ങനെ തോന്നിയേക്കണത്. എനിക്കതിന് ഉദാഹരണം പറയാനുള്ള വെച്ചാൽ, നല്ലൊരു കൂട്ടുകെട്ട് ഇല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്ട്രഗിളിലേക്ക് വീഴാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഐഡിയ ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഫ്രണ്ട്സിനെ തപ്പിയെടുക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന് എനിക്ക് തോന്നിയേക്കണത്. മൂന്നാമത്തെ എനിക്കിങ്ങനെ തോന്നിയേക്കണത് ലാക്ക് ഓഫ് ടൈം എന്നുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നിയേക്കണത്. നമ്മൾ ബാക്കിലേക്ക് വലിഞ്ഞു പോകാനുള്ള ഫൈനലായിട്ടുള്ള ഒരു റീസൺ എനിക്ക് തോന്നിയേക്കണത്. നമ്മൾ കുറച്ച് നാൾ വർക്ക് ചെയ്യും, അത് കഴിഞ്ഞ് റിസൾട്ട് ഇല്ലാതാകുമ്പോൾ നമ്മളത് വിട്ടു പോകുന്ന ഒരു ഇതാണ് ഞാൻ പറയുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇത് നടക്കില്ല, നമ്മൾ വിട്ടുപോകും. അപ്പോൾ ഞാൻ അതിന് ഏറ്റവും ഒരു ഉദാഹരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ LIC ഏജൻറ്റുമാർ ഈ ക്ലബിലൊക്കെ കയറിയ ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ആദ്യം പ്രിഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം
അത് ആ ഒരു വർക്ക് ഭയങ്കരമായ ഒരു എന്താ ഡയറക്റ്റ് മാർക്കറ്റിംഗ് മാത്രമല്ല, അത് പിടിച്ച് നിൽക്കണം. അത് ടൈം ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് തോന്നിയേക്കണത്. ഭയങ്കര സ്ലോ ആയിട്ടാണ് വരിക. എനിക്ക് തോന്നുന്നു കുറേ 10 പേരെ 50 പേരെ കണ്ടാലാണ് വേണമെങ്കിൽ ഒരാളെങ്കിലും ഒരു എസ് പറയണത്. അപ്പോൾ അത് കണ്ടമാനം ക്ഷമയോടെ നിൽക്കേണ്ട ഒരു ജോലിയാണ് എനിക്ക് പറയണത്. പക്ഷേ ആ ക്ഷമയോടെ നിന്നവരെല്ലാം കരകയറി പോയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നിയേക്കണത്. എനിക്ക് തോന്നുന്നത് എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് എന്നുള്ള സെൻറ്റൻസാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു 2 ഉദാഹരണം കൂടി പറയാം. ഇപ്പം ഞാൻ വരയ്ക്കുന്ന അജയ് ദേവൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫാദർ ഒരു സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു. അതുകൊണ്ടാണ് പുള്ളിക്കൊരു അതിലേക്കൊരു ഓപ്പണിങ് കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നത്. നേരെ മറിച്ച് രജനീകാന്തിൻ്റെ ഒരു സ്റ്റൈല്, ആ ഒരു പൈസ കറക്കി എടുക്കണ എറിഞ്ഞ ഒരു സ്റ്റൈല് കണ്ട് ഒരു ഡയറക്ടർ പുള്ളീനെ സിനിമയിലേക്ക് വിളിച്ചത്. അപ്പോൾ രണ്ടും വ്യത്യസ്തമായ ഓരോ കാരണങ്ങൾ കൊണ്ടാണ് വന്നേക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക, അത് തിരുത്തുക എന്നുള്ളതാണ് എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ളത്. ഓക്കെ, എൻ്റെ ഡ്രോയിങ് ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇതൊരു ഇനി കുറച്ച് ടച്ചിങ്ങും കൂടിയുണ്ട്. ഹെയറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ടച്ചിങ് ഉണ്ട്. അപ്പോൾ ഇതൊരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അവിടെ ഓക്കെ, നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. Thanks for watching my video. Have a nice day. Bye.